ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്നൊരു ഒരു ടേർട്ടിലിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ സ്നാപ്പിംഗ് ടർട്ടിൽ. ഞാൻ സ്നേപ്പിംഗ് ടർട്ടിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പേര് പോയി. സ്നാപ്പിംഗ് ടർട്ടിലിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കതിനെ കാണാം. അതേപോലെ അതിൻ്റെ കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളെല്ലാം പറയാം. അതേപോലെ തന്നെ പെറ്റ് സ്റ്റേഷനിൽ ഒന്ന് രണ്ട് വിശേഷങ്ങൾ കാണിക്കാം. ഓക്കെ, അതിനിടയ്ക്ക് ബോണിനെ കുളിപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ടേ. സേര പോലെ വരുന്നുണ്ട്. ബോണി പണ്ട് നമ്മൾ വിളിക്കുമ്പോൾ ഇങ്ങനെ ഓടി വരുന്നതിലും കാണല്ലേ. നീ ഒന്ന് വിട്ടേ, നീ ഒന്ന് ഫുള്ള് ഫ്രീ ലീഷ് വിട്ടേ. ബോണി ബാ ബോണി ബാ ഇവ ഉണ്ട് കേട്ടാ. ബാ, മറ്റേ നമ്മുടെ നാഗവല്ലിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ. കുഴപ്പമില്ല സെറ്റാണ്. ബാ മോനെ ബാ ഉള്ളിലേക്കേ ബാ ബോണിക്കുട്ട ഉണ്ട് കേട്ടാ. നമ്മളെ കണക്ഷനൊന്നും മിസ്സായിട്ടില്ല. ഞാൻ വിചാരിച്ച് കണക്ഷൻ പോയി പോകും. ബാ മൃഗങ്ങളെ സ്നേഹം എന്ന് പറയുന്ന ഒരു വേറെ തന്നെ ഫീലാണ് കേട്ടോ. അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവും. ബാ, അങ്ങനെ പോയല്ല, ഇങ്ങോട്ട് വാ ബോണി ബേബി ബാ എങ്ങനെയുണ്ട്? ബോണിനെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സമയത്ത്, ഫസ്റ്റിലും കാണിക്കുന്ന സമയത്ത് ബോണിക്ക് എത്ര ഏജ് ഉണ്ടാവാൻ? എവിടെ പോകുന്നു? ബേബി ഗുഡ് ബോയ്. ഇതെന്താ സംഭവം എന്നറിയോ? എന്താ മനസ്സിലായാ? അപ്പുറം ഒരു ഫീമെയിലില്ലേ, ആ ഫീമെയിലിൻ്റെ സ്മെല്ല് കിട്ടിയേ അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ കളിക്കുന്നുട്ടാ. പോണോ? ഓറിയൻ്റെ അടുത്ത് പോണോ? ഓറിയ ഓൾറെഡി പ്രഗ്നൻ്റ് ആടാ. പോണ്ട. ഗുഡ് ബൈ ബേബി. അപ്പം നമ്മളെ ബോണിക്ക് ഇപ്പോൾ എത്ര വയസ്സായി? 2025 എന്ന് പറയുമ്പോൾ 6 വയസ്സായി കേട്ടാ. പക്ഷേ ബോണി പൊതുവേ ഒരു ഹൈറ്റ് കുറഞ്ഞ കുതിരയാണ് കേട്ടോ. നോർമലി വലിയ കുതിരയല്ല, നമ്മുടെ ടോർക്കിനെല്ലാം പോലത്തെ വലിയ കുതിരയല്ല, കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ഒരു നോർമൽ ഹോഴ്സാണ്. ബാ ബോണി മാമനെ ബാ. അത് ബോണിക്ക് പിന്നെ ഒരു ട്രീറ്റ് കൊടുത്തേക്കല്ലേ. നമ്മൾ ഇത്രയും നല്ല രീതിയിൽ വന്നല്ലേ. എന്നാ ബോണിക്ക് ട്രീറ്റ് വേണോ? ഓക്കെ, നമുക്ക് ഫ്രീ ആയിട്ടൊന്ന് കടപ്പുറത്തേക്ക് വിട്ടാലോ? വിടട്ടെ, പ്രശ്നമില്ലല്ലോ. വാ സൈറേ, ഒന്ന് ഞാൻ ഫ്രീ ആക്കുന്നുണ്ടേ. ബോണി ബാ, ഒന്ന് ഓടി കളിക്കട്ടെ. നല്ല ബോണി അത് പേടിച്ചിട്ട് നിൽക്കുന്ന നോക്കിയേ. നിങ്ങൾ ഈ പെറ്റ് സ്റ്റേഷനിൽ എത്ര നാളായി ഈ ബോണിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പിന്നെ ബോണിൻ്റെ അടുത്ത് നിൽക്കുന്നത്? എന്നിട്ട് ഈ പേടിച്ചിട്ട് ഒളിച്ചിരിക്കുന്ന നോക്കിയാൽ ആനൻ്റെ കാലിൻ്റെ അടിയിൽ. എടാ നിൽക്കെന്താ പുറത്തേക്ക് വരാൻ മടി? ബാ ഓടിക്കോ, ഫ്രീ ലീഷ് ഓടല്ലേ. നമ്മൾ ലാടം കാണിച്ചാൽ ജസ്റ്റ് ലാടെന്ന് കാണിച്ചു കൊടുത്തേ. കൂട്ടോ മിസറേ ബാ, ഒന്ന് കാല് വയ്ക്കേ. ഓക്കെ, നല്ല ലാടെല്ലാം സെറ്റാക്കിയിട്ട് അടിച്ചിട്ടുണ്ട്. ഞാൻ അടിച്ചതാണ്. ഓക്കെ, അപ്പോൾ 4 കാലിലും അടിച്ചിട്ടുണ്ട്. ബാ ഓടിക്കോ. അപ്പോൾ നമ്മളെ സ്നാപ്പിംഗ് ടർട്ടിലിനെ കാണുന്നതിന് മുന്നേ നമ്മളെ സൽക്കട്ടൻ ഒന്ന് കണ്ടോ? സൽക്കട്ടനെ കുറേ അതിൽ കാണിച്ചിട്ടേ നല്ല പോസ് ചെയ്തിരുന്നുണ്ടാ. നല്ല വലുതായില്ലേ? വലുപ്പം മനസ്സിലാണെങ്കിൽ ഇവർ രണ്ടാളെയും അടുത്ത് വെക്കണം. ഇതിപ്പോൾ നമ്മളെ സൽക്കട്ട കുറച്ച് ചെറുതാണ്. നമ്മൾ രണ്ടാളും ഒരുമിച്ച് കൊണ്ടുവന്ന് കണ്ടിട്ടേ. പക്ഷെ മറ്റോന് 1.5 വളർച്ച വളർന്ന്, ഇവൻ അത്ര വളർന്നില്ല. അതിനെ എടുത്തിട്ട് കാണിച്ചു തരാം. കേട്ടാ, രണ്ട് വലുതായില്ലേ? നല്ല കടലാമനെ പോലെ ഉണ്ടല്ലോ ഇങ്ങനെ കാണുമ്പോൾ. അത് നിലത്തുനിന്നാണെങ്കിൽ മസാജ് ചെയ്താൽ നിന്ന് തരും. ഇവന് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ചെറിയൊരു പേടിയുണ്ടാവും. വലുതായില്ലേ? പൊളിയില്ലേ?
സൽക്കട്ടൻ്റെ ശരിക്കും നമ്മുടെ അടുത്ത് 2 കളറായിപ്പോൾ അല്ല, ഒന്നൊരു ഐവറി പോലെ ഉണ്ടല്ലേ കാണുമ്പോൾ ഇത് അല്ലേ, അടിപൊളി. അപ്പോൾ നമുക്ക് ഇന്നത്തെ നടനെ കാണാം. നടൻ എടുത്തിട്ട് വരുന്നു. നല്ല മറ്റേ തൊലി പൊളിച്ച് വെച്ച ചിക്കൻ പോലെ ഉണ്ടാവും കാണുമ്പോൾ, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ഭീകരനായ നമ്മൾ പറഞ്ഞ സ്നാപ്പിംഗ് ടേർട്ടിൽ. ഇതിൻ്റെ വാല് കണ്ടോ ശരിക്കും, പിന്നെ എന്തുപോലെ ഉള്ളത്, മുതലൻ്റെ വാല് പോലെ ഇല്ലേ, ശരിക്കും ഒരു പിന്നെ വാലിൻ്റെ മേലെ ശരിക്കും ഒരു എല്ല് പോലെ തന്നെ രൂപപ്പെട്ടിട്ടുള്ളത് കാണുന്നില്ലേ. ശരിക്കും നല്ല കട്ടിയുള്ള പുറന്തോടും കാര്യങ്ങളെല്ലാം ആണ്. അതേപോലെ ഇവന് കരയുന്നതാണ് കൂടുതൽ അക്രമ സ്വഭാവം കാണിക്കുക. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വെള്ളം ഒഴിവാക്കിയിട്ട് ഇങ്ങനെ തന്നെ എടുത്തിട്ട് കൊണ്ടുവന്നത്. ഓക്കെ, അതുപോലെ ഇവന് ഫുഡ് കഴിക്കുന്നതും കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതുപോലെ വെള്ളത്തിൽ അക്രമകാരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്രമകാരിയാണ്, എന്നാലും അങ്ങനെ ഭയങ്കര ഡേഞ്ചറല്ല. പക്ഷേ കരയിലായിരിക്കുമ്പോൾ അത് ഭയങ്കരമായ അക്രമ സ്വഭാവം കാണിക്കാം. ഇതിൻ്റെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ആദ്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, അതിന് ശേഷം നമുക്ക് അത് ഫുഡ് കഴിക്കുന്നതും കൂടി ഒന്ന് കാണാം. ഓക്കെ, ഇതിനെടുക്കുമ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണം. ഭയങ്കര മൂർച്ചയുള്ള പല്ലുകളും അതേപോലെ പിന്നെ മൂർച്ചയുള്ള നഖവും ഭയങ്കര മൂർച്ചയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത നഖമാണ്. അതേപോലെ നമ്മൾ കഴുത്തുണ്ടല്ലോ, ഇതിൻ്റെ കഴുത്ത് ഭയങ്കര വലിപ്പം കൂടിയതാണ്, ഭയങ്കര നീളം കൂടുതലാണ്. അതേപോലെ ഈ സൈഡിലേക്കെല്ലാം കഴുത്തെത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നോക്കിയും കണ്ടും നമുക്ക് കൈകാര്യം ചെയ്യാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിതിനെ ഇങ്ങനെ തിരിച്ചു പിടിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പിന്നെ കടി കിട്ടിയിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ കുറേ കാലം ഇതുമായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ പൊതു സ്വഭാവം മനസ്സിലാവും. കണ്ടാ കടിക്കുന്നുണ്ടാ, അതിൻ്റെ പല്ലിൻ്റെ ആ ഒരു ഷാർപ്നെസ് നോക്കിയേ, ഭയങ്കര ഷാർപ്പാട്ടാ. അതേപോലെ ഇതിനെ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ ചിക്കൻ പോലില്ലേ, പിന്നെ അറുത്ത് പൊളിച്ച ചിക്കൻ എടുത്ത് വെച്ച പോലില്ലേ, ഭയങ്കര ഫാറ്റിയാന്ന് കേട്ടോ, മൊത്തം ശരീരം മൊത്തം ഭയങ്കര ഫാറ്റിയാണ്. അതുപോലെ ഇവരുടെ സ്വദേശം ഏതാണെന്നറിയോ, നോർത്ത് അമേരിക്കൻ സ്വദേശികളാണ്. പക്ഷെ നമ്മളിങ്ങനെ ഇതിനെ പുറത്തുനിന്ന് തുറന്നു വിടാൻ വേണ്ടി പറ്റൂല കേട്ടോ. നമ്മൾ ഇതുപോലെ പെറ്റാക്കി വളർത്താനും പറ്റൂല എന്നാണ് ശരിക്കും പറയുന്നത്. പക്ഷേ എന്നാലും നമ്മളീ പറഞ്ഞ പോലെ ചില ജീവികളെ നമ്മളങ്ങനെ വളർത്തുന്നുണ്ടല്ലോ, വെറുതെ തീറ്റ കൊടുത്ത് അങ്ങനെ വളർത്താം, അങ്ങനെ നിന്നോട്ടെ എന്നുള്ള രീതിയിൽ വളർത്തുന്നതാണ്. അതുപോലെ ഒരിക്കൽ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു 1-2 ദിവസത്തേക്ക് ഫുഡിൻ്റെ ആവശ്യമില്ല. നല്ല രീതിയിൽ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിറ്റേന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെയുണ്ട്. വാലിനും കണ്ടേ, ശരിക്കും വാല് കാണുമ്പോൾ ശരിക്കും മുതലിനെ പോലെ ഇല്ലേ, മുതലിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ടല്ലേ. അതിൻ്റെ അതേപോലെ പിന്നെ നഖത്തിൻ്റെ ഷാർപ്നെസ് നോക്കിയേ, ഭയങ്കര ഷാർപ്പാണ്. അതുപോലെ ഭയങ്കര കട്ടി വന്നിട്ടാ. ഇതൊക്കെ അടുത്തുണ്ടാ, അടുത്ത് നോക്കിയേ, കൈൻ്റെ അടുത്തേക്കാണ് വരുന്നുണ്ടാ. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണ്. കടി കിട്ടിയെങ്കിൽ നോക്കണ്ട. അങ്ങനെയുണ്ട്. നമുക്ക് ഏതായാലും നമുക്കൊന്ന് മത്തി കൊടുത്തു നോക്കാം, അത് കഴിക്കുന്നൊന്ന് നോക്കാം. ജസ്റ്റ് താഴെ വെക്കാം, ഇവിടെ തന്നെ വെക്കുന്നുണ്ട്, ഒന്ന് കണ്ടോ. അപ്പോൾ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. എൻ്റെ കൈൻ്റെ അടുത്ത് എത്തിയ ഏകദേശം കഴുത്ത്. സിമ്പിളായിട്ട് എടുത്തിട്ടുണ്ടേ, കഴിക്കുന്ന നോക്കാമല്ലേ. ഇതുപോലെ ഈ ചത്ത ജീവികൾ വരെ പിന്നെ വെള്ളത്തിൽ നിന്ന് എടുത്ത് കഴിക്കും. അതുപോലെ ഏറ്റവും വലിയ ശുദ്ധജല ആമയാണ് കേട്ടോ ഇത്, സ്നാപ്പിംഗ് ടേർട്ടിൽ. ഏറ്റവും വലിയ ശുദ്ധജല ആമ എന്ന് പറയുമ്പോൾ എന്താ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഇതിനേക്കാളും വലുതെല്ലാം ഉണ്ടാവും വിചാരിക്കുന്നത്. നമ്മൾ കടലാമനെ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്, ഞാൻ തന്നെ എടുത്തിട്ട് ഇവിടുന്ന് തുറന്നു വിട്ടിട്ടൊക്കെ ഉണ്ട് വലുതിനെ. അതേപോലെ കരയിൽ ടോട്ടോയ്സും വലിയതുണ്ട്. നമ്മൾ 450 കിലോ വരുന്ന ടോട്ടോയ്സിനൊക്കെ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ദുബായിലുള്ള ഓർമ്മയുണ്ടോ. അപ്പോൾ ഇത് ടേർട്ടിലാണ്, മറ്റേ ടോട്ടോയ്സാണ്, അതാ വ്യത്യാസം. അവർ കരയിൽ ജീവിക്കുന്നതാണല്ലോ. ഇത് കക്കിരിയിൽ ഇങ്ങനെ കടിച്ച് പൊട്ടിക്കുന്ന വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് പിന്നെ ഇവനിക്ക് ഒന്നും കൂടി കൊടുത്തു നോക്കാമല്ലോ, ബാക്ക് സൈഡ് കൊടുത്തു നോക്കാം. അത് കടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തല്ല കൈക്ക് കടിയിട്ടിനും കഴിയില്ല. നമ്മൾ ചില കാര്യങ്ങൾ ഭയങ്കര സൂക്ഷിച്ചും കണ്ടു തന്നെ ചെയ്യണം.
ഇതിങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തേ നോക്കിയാൽ. ഇനി ഇത് കഴിക്കാൻ നോക്കൂല, ഇനി ഇത് അറ്റാക്ക് ചെയ്യാം. ഉണ്ടാ, ഓ ആ പീസ് പോയി കേട്ടാ. ഇല്ല, കഴിച്ചില്ല. അത്രത്തോളം ഉള്ളിപ്പോകുന്നുണ്ടാ. പിന്നെ ഇത് നമ്മളെ ആവാസ വ്യവസ്ഥക്ക് എന്താ പറയുക എതിരാണ്. അപ്പോൾ സാധാരണ ഇതിലുള്ള ഇപ്പോൾ എന്താ പറയുക അമേരിക്കയിലുള്ള ആ സ്ഥലത്ത് ഒരുപാട് മത്സ്യവും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവമെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് അവിടുത്തെ നദിയിൽ ആവശ്യമായിരിക്കും. അതേപോലെ തന്നെ ഈ പിന്നെ നമ്മുടെ അലിഗേറ്റർ, എന്താ പറയുക അരാപ്പൈമ, ഇതൊക്കെ നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ഫിഷുകളാണ്. പക്ഷേ ആ ഭാഗത്ത് അതില്ലെങ്കിൽ ഇത് കണ്ടമാനം ബാക്കിയുള്ള മീനുകളൊക്കെ വർദ്ധിച്ചിട്ട് അതിൻ്റെ എക്കോസിസ്റ്റം മൊത്തം തെറ്റും. ഓരോന്നും അങ്ങനെയാണല്ലോ. ഇപ്പോൾ ക്രൊക്കഡൈലെല്ലാം ശരിക്കും എന്തിനാ, അതെല്ലാം ആ പിന്നെ അക്വാട്ടിക് മറ്റേ ഇത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ എക്കോസിസ്റ്റം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വക സ്പീഷീസ് എല്ലാം ഭൂമിയിലുള്ളത് കേട്ടോ. എല്ലാം ആവശ്യമാണ് ശരിക്കും. പക്ഷെ നമ്മൾ അതിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്നും വിടാണ്ടിരുന്നാൽ മതി. നമ്മുടെ നാട്ടിൽ അതിൻ്റെ ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ കൗതുകത്തിന് വളർത്താം, അല്ലാതെ ഇതിനെ പുറത്തേക്കൊന്നും നമ്മൾ തുറന്നു വിടരുത്, അത്രേ പറയാനുള്ളൂ. വാലുണ്ടോ ശരിക്കും നമ്മളെ മുതലിൻ്റെ സെയിം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് മീനുകൾ നമ്മുടെ പിന്നെ മങ്കിക്കൊന്ന് കൊടുത്തു നോക്കാമല്ലോ. മത്തി എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ബ്രീഡിംഗ് പെയർ മങ്കിയില്ലേ, നമ്മളെ വൈറ്റ് ടഫ്റ്റഡ് മർമോസെറ്റ് മങ്കി. ആ അങ്ങോട്ട് പോടാ. ഇതാ ഇതുവരെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് പേടിയാന്ന് ഇരിക്കും. എന്താ സംഭവം നോക്കിയത്. എന്നാ കഴിക്കും നോക്കട്ടെ. സാധാരണ ഇത്ര വലുതായിട്ട് കൊടുക്കുന്നില്ലല്ലോ, ചെറിയ ചെറിയ പീസായിട്ട് അതെല്ലാം വേവിച്ചിട്ട് കൊടുക്കുക. ഇത് ഇടയ്ക്ക് പച്ച കൊടുത്താലൊന്നും പ്രശ്നമൊന്നുമില്ല. അവർക്ക് അങ്ങനെയുള്ള കഴിക്കാനുള്ള ഡൈജസ്റ്റിംഗ് സിസ്റ്റം അവർക്കുണ്ട്. അതുപോലെ നമുക്ക് ഒരാൾക്കും കൂടി കൊടുക്കാം. ആയിരിക്കും കൊടുക്കണ്ടേ? അതുപോലെ നമുക്ക് ഒരാൾക്കും കൂടി കൊടുക്കാമല്ലോ. മീൻ ആയിരിക്കും കൊടുക്കുക? നമ്മുടെ റെഡ് ഇയേർഡ് സ്ലൈഡറിന് കൊടുക്കുക. അയ്യോ, ഈസി ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീൻ. ഇവർ ഇറച്ചി മീനെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അടിയാണ് കഴിക്കാൻ. ഒന്നുകൂടി കൊടുക്കുക. അല്ല, ഒരാൾക്ക് മാത്രമല്ലേ കിട്ടിയില്ലൂ, ഒറ്റയടിക്ക് കഴിച്ചേട്ടാ. ഇനിയിപ്പോൾ നീയും കൊടുത്തു തന്നോ. ആകെ വെള്ളയെല്ലാം നാശകോശാക്കി. ഇനിയിപ്പോൾ ഇവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ആട് വെള്ളം ക്ലീൻ ചെയ്യണം. ഇപ്പോൾ അതാ ഒരു പ്രശ്നം. ഇനി ഒരാൾക്കും കൂടി കൊടുക്കുക. കുറേ നാളായിട്ട് കാണാത്തൊരാളുണ്ട്. ആരാന്നറിയോ? പറ. നമ്മുടെ മോണിറ്റർ ലിസാർഡ്, നമ്മുടെ സാവന്ന മോണിറ്ററിന് നമുക്കൊന്ന് മീൻ കൊടുത്ത് നോക്കാമല്ലോ. ഇത് വലിയ മീനാണ്, അവനേക്കാളും വലുത്. എന്നാലും അവനേക്കാളും വലുതെന്നല്ല, അത്യാവശ്യം നല്ല സൈസുള്ളതാണ്. പക്ഷെ നമുക്ക് കഴിക്കും. എന്നാടാ, ഏതാല്ലേ സൈസ് ഉണ്ടോ? വലുതായില്ലേ? ഇതാ കഴിക്കുന്നുണ്ടാ? ഇല്ല, എടുത്തോ. ഇല്ല, ഗ്ലാസ്സിലാകുമ്പോൾ കറക്റ്റ് ചിലപ്പോൾ കിട്ടില്ല. കേട്ടാ, ഇത് നമ്മൾ കൊമഡോ ഡ്രാഗണിൽ കഴിക്കുന്നുണ്ടല്ലേ, അതേപോലെ എന്താ കഴിക്കലല്ലേ. ഇത്ര വലിയ മീൻ സിമ്പിളായിട്ട് അകത്താക്കി. നമ്മൾ മുന്നേ രണ്ടെണ്ണം ഉണ്ടായിന്, ഓർമ്മയുണ്ടോ? ഒന്നിന് ബാലൻസ് ഇല്ലാത്ത പ്രശ്നത്തിന് നമ്മളതിന് റിട്ടേൺ ആക്കി ചെയ്തേ. എന്നാ കാണുമ്പോൾ ഇത്ര ചെറുത്, പക്ഷേ രണ്ട് വലിയ മത്തിയ കഴിക്കുന്നുണ്ടാ. അതേപോലെ ഗ്രോത്തും ആയി കേട്ടാ. നമ്മൾ കാണുമ്പോൾ എത്ര ചെറുതാന്ന് ഓർമ്മയുണ്ടാ? ചെറിയൊരു പല്ലിൻ്റെ അത്ര ഉണ്ടായിട്ടില്ല കൊണ്ടുവന്നേരോ. കഴിക്കാൻ കഴിയില്ലെന്നല്ലേ വിചാരിക്കുന്നു. സിമ്പിളായിട്ട് എടുക്കും, അത് നോക്കാം. അതേപോലെ ഇടയ്ക്ക് നമ്മൾ ലൈവ് കൊടുക്കും കേട്ടോ. ലൈവ് പിന്നെ മൈസെല്ലാം കൊടുക്കും. അത് അന്നേരം ഒന്ന് ഇവർ ഓടിയിട്ട് പിടിക്കുകയൊക്കെ ചെയ്യാം. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് കഴിച്ചില്ല. എന്താ നിന്നെടുത്താണ് ഇങ്ങാണ്ട് തിന്നാൽ നല്ല കിടന്നുറങ്ങുക. ഇതെന്നെ പരിപാടി. ഓ ഇന്ന് ഫുള്ള് നമ്മൾ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരെ മാത്രമല്ലേ കാണിച്ചിട്ടുള്ളൂ അല്ലേ? എന്നാൽ പിന്നെ നമ്മൾ ടെഗുവിനും കൂടി കൊടുത്തേക്കാം. ടെഗു പിന്നെന്താ, ടെഗുവിനും എന്നടാ ലൈവ് കൊടുക്കുമ്പോൾ ഒന്ന് ആക്റ്റീവായിട്ട് തിന്നാൻ വേണ്ടി വരുള്ളൂ. മറ്റേ ഇതെല്ലാം കൊടുക്കുമ്പോൾ അങ്ങനെ വലിയൊരു
താല്പര്യക്കുറവാണ്. എന്നാടാ വേണ്ട. ഇതിൻ്റെ അടിയിൽ ഹീറ്റ് പാഡാണ് കേട്ടോ. ആ ഹീറ്റ് പാഡിൻ്റെ മേലെ വന്നിട്ടാണ് ഇരിക്കുന്നത്. നമ്മളെ ഇതിന് കൊടുത്ത് നോക്കുന്നു. എനിക്ക് വേണമെങ്കിൽ നമുക്ക് കഴിക്കട്ടെ. ഇതിനും അത്യാവശ്യം വലുതായി കേട്ടാ. വെള്ളം അങ്ങനെ വിഴുങ്ങ ചെയ്യുക. പറയുന്ന കേട്ടപ്പോൾ തന്നെ തുപ്പിയല്ല. ഇവർക്കെല്ലാം മൈസ് കൊടുത്താലാണ്, മൈസ് അതുപോലെ റാറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അതിലും കൊടുത്ത് ഇഷ്ടത്തോടെ ഇങ്ങനെ ഓടി വന്ന് കഴിക്കുന്ന കാണാം. കഴിച്ച് സിമ്പിൾ പരിപാടി. എനിക്ക് വേണോ? എനിക്ക് വേണോ? ആ പോട്ട് വലിയ താല്പര്യമില്ല. എന്നാൽ നീ എന്നെ ഒന്നും കൂടി കഴിച്ചു. ആ ഏതാ ഫ്രെയിമല്ലേ, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഓക്കെ, ഇനി ഒരാളെ നമുക്ക് ജസ്റ്റ് കാണാമല്ലേ. കുറേ നാളായിട്ട് കാണിക്കാത്ത ഒരാളുടെ ഇവിടെ. ആരാ? നല്ല പകലെല്ലാം ഉറക്കമായിരിക്കുമേ. അത് ഉറക്കുന്ന എണീക്കുന്നതാണ് നല്ല രസമാണ്. നല്ല തുറന്നിട്ട് കാണിച്ചത് നോക്കിക്കോ. ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എണീക്കും. പറയാൻ എണീറ്റ് അതാ നോക്കുന്നുണ്ടോ. വാ വാടമുത്തേ വരൂ, വേഗം വിളിച്ചാൽ വരൂ. വാ എൻ്റെ മൂങ്ങക്കുട്ടൻ, വാ മൂങ്ങക്കുട്ടൻ. മൂങ്ങാന്ന് വിളിക്കാൻ എല്ലാവരും. മൂങ്ങൻ്റെ എല്ലാ പിന്നെ ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട് എല്ലാവരും മൂങ്ങാന്ന് വിളിക്കൽ. ഇപ്പോൾ ഇവിടുന്ന് നമ്മളെ ഇവിടുത്തെ സ്റ്റാഫെല്ലാം മൂങ്ങക്ക് ഫുഡ് കൊടുത്താൽ കാണുമ്പോൾ എന്തൊരു പാവല്ലേ. അച്ചോടാ. വാ ഇങ്ങോട്ട് വാ. ഇല്ലല്ലേ ഇങ്ങോട്ട് വാ. വേണോ? ഇങ്ങോട്ടാ. ഏതാന്ന് എനിക്ക് പിന്നെ മേലേക്ക് കയറ്റാല. ഇങ്ങോട്ടേക്ക് കയറേ. എന്നാ ആ ആ ഏതാ രസമല്ലേ. ചെറുങ്ങനെ നമ്മൾ തൊടാനൊക്കെ തുടങ്ങിയേ. ആദ്യം എന്തൊരു അഗ്രസീവായിരുന്നു നമ്മണ്ടാ. ഇപ്പം പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ നോക്കിയും കണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടും കേട്ടാ. ഗുഡ് ബോയ്. അതാണ് നമ്മളെ മൂങ്ങക്കുട്ടൻ. എങ്ങനെയുണ്ട്? പൊളിയില്ലേ? കണ്ണല്ലോ നോക്കിയേ. കള്ളം തന്നെയല്ലേ ശരിയായ. എന്നാലും ഒരു ജീവിക്ക് മറ്റൊരു ജീവിൻ്റെ പേരിടാൻ പറ്റുമോ? തെറ്റല്ലേ അല്ലേ? ഓക്കെ. പിന്നെ നിങ്ങളായിട്ടല്ല കമ്പനിയാണല്ലേ പുഷ്പേബി? മറ്റേ ചമ്മാട്ടിയാന്ന് ഇപ്പോൾ കണ്ടെടുത്തോളം ഇപ്പോൾ ലാസ്റ്റ് മറ്റേ നമ്മളെ പുഷ്പേസിനെ വെട്ടിച്ചുകൊണ്ട് ഭയങ്കരമായ പെറ്റ് ലവറായത് അല്ലേ? എല്ലാത്തിനെയും എടുത്ത് എന്താ പറയുക, പ്രേറി ഡോഗിൻ്റെ ഒക്കെ എല്ലാം കെട്ടിമറിയലാന്നല്ലേ? നാണാന്ന്. അതുപോലെ ഇഗ്വാനൊക്കെ മേറ്റ് ചെയ്തിട്ട് അടുത്ത ഇതാ എല്ലാത്തിനും എഗ്ഗ് ഉണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ വയറ് പൊങ്ങിയിരിക്കുന്നതാണെന്നില്ലേ. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ബ്രീഡിങ്ങിൽ അത്യാവശ്യം കുട്ടികളൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇവനെല്ലാം ഏജ് ആയിട്ട് ഇവനിപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഏകദേശം 12 വർഷമായി. നല്ല ഏജായി. പിന്നൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ ആൾക്കൊരു സംശയമുണ്ട്. നമ്മൾ നമ്മൾ കോഴി ഫിഷ് ഇങ്ങനെ ഓടി വരുന്നത് കാണുമ്പോൾ പിന്നെ എല്ലാവരും വിചാരിക്കുന്നത് അതിന് ഫുഡ് കുറവാണെന്നോ പാവം ചെയ്യുന്നോ എന്നൊക്കെ തോന്നുന്നുണ്ട്. അവർക്കൊക്കെ നല്ല രീതിയിൽ ഏറ്റവും പ്രോപ്പറായിട്ടാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. എന്നാൽ ഇവർക്ക് ശരിക്കും ഒരു 15 നേരമെങ്കിൽ ഫുഡ് കൊടുക്കണം, 10-15 നേരമെങ്കിൽ ഫുഡ് കൊടുക്കണം എന്നാണ് ശരിക്കും പറയുന്നത്. പക്ഷെ നമ്മളതെന്താക്കുന്നത്,
ആൾക്കാരുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് 15 നേരം എന്നല്ല, കുറച്ചായിട്ട് കുറേ ടൈം ഫുഡ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, മെല്ലെ മെല്ലനെ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്താക്കുമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊടുക്കേണ്ട ഫുഡ് എടുത്തിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ട് ആൾക്കാർ വരുന്നതിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയും. അതുകൊണ്ട് തന്നെ ഞായറാഴ്ചയിലും വരുന്നവർക്ക് വളരെ കുറച്ച് ഫുഡ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ തിങ്കളും ചൊവ്വയിലും വരുന്നവർക്ക് ഈ ഫുഡ് തന്നെ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു 50 പാക്കറ്റ് ആക്കുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ഏതെങ്കിലും ഒരു 500 പാക്കറ്റേക്ക് മാറും. മനസ്സിലായോ? അപ്പോൾ പിന്നെ ഒരു 10 മണി കിട്ടുന്നത് ഞായറാഴ്ച ആകുമ്പോൾ അതിനേക്കാളും കുറവേ കിട്ടും. ബാക്കി തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണെങ്കിൽ ഒരുപാട് കിട്ടും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പോൾ അത്രയും നമ്മൾ ഫുഡ് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതുവരെ ശീലമാണ് നമ്മൾ ട്രെയിൻ ചെയ്തെടുത്താണ് ആ രീതിയിലേക്ക് മീൻ വരുന്നത്. ഓക്കെ, ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ മീനെ ആവേശം നമ്മളിപ്പോൾ ഒരുമിച്ച് കുറേ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ കുറച്ചായിട്ട് കുറേ ടൈമായിട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, എല്ലാ മീനും നല്ല ആവേശത്തോടെ വരുന്നുണ്ടാ. അപ്പോൾ മീനൊന്നും ഫുഡൊന്നും കയ്യിലില്ല, അതുകൊണ്ടാണ് അത് നിന്നത് കേട്ടോ. അപ്പോൾ അത് കുറേ ആൾക്കുള്ളൊരു സംശയം ഉണ്ടാവും. എന്നാൽ 1-2 കമൻറ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ആ മീനിനെ കാണുമ്പോൾ പാവം തോന്നുന്നു, ഫുഡൊന്നും കിട്ടാണ്ട് ഇങ്ങനെ അടി കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്ന പോലെ. പക്ഷേ എല്ലാവർക്കും ഇത്രയും നല്ല പ്രോപ്പറായിട്ട് ഫുഡ് കൊടുക്കുന്നത് ചിലപ്പോൾ നമ്മൾ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ നമ്മൾ ടൈമറെല്ലാം വെച്ചിട്ടാണ് സാധാരണ കോയിഫിഷ്യനെ ഫീഡ് ചെയ്യുക. അങ്ങനെ ഓരോ 1 മണിക്കൂർ കൂടുമ്പോൾ കുറച്ച് ഇതിപ്പോൾ നമ്മൾ അങ്ങനെയല്ല കൊടുക്കുന്നത്, എല്ലാവരുടെ കൊടുക്കുന്നതുകൊണ്ട് വളരെ പ്രോപ്പറായിട്ട് അവർക്ക് ഫുഡ് കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.